കേരള ഫേസ് കറണ്ട് അഫയേഴ്സ് 2024 ഫെബ്രുവരി മാസത്തെയാണ്. ലോക്പാലിൻ്റെ പുതിയ ചെയർപേഴ്സണായി നിയമിതനായത് എം ഖാൻവിൽക്കർ. റഷ്യൻ സായുധ സേനയെ അപകീർത്തിപ്പെടുത്തിയെന്ന കുറ്റത്തിന് തടവ് ശിക്ഷ ലഭിച്ച മനുഷ്യാവകാശ പ്രവർത്തകൻ ഒലേഗ് ഒർലോവ്. ലോകത്തിലെ ആദ്യ ഭേദഘടികാരം സ്ഥാപിതമാകുന്നത് ഉജ്ജയിൻ. 2024 ഫെബ്രുവരിയിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ന്യൂസിലാൻഡ് താരം നീൽ വാറ്റ്നർ അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ഹോക്കി സിഇഒ എലേന നോർമൻ. പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം നീൽ വാറ്റ്നർ അടുത്തിടെ രാജിവെച്ച ഇന്ത്യൻ ഹോക്കി സിഇഒ എലേന നോർമൻ. പുരുഷ T20 ക്രിക്കറ്റിൽ ഏറ്റവും വേഗതയേറിയ സെഞ്ചുറി നേടിയ താരം ജാൻ-നിക്കോളാസ് ഈസ്റ്റൺ. ഇന്ത്യൻ വുമൺസ് പ്രീമിയർ ലീഗിലെ ഒരു മത്സരത്തിൽ 5 വിക്കറ്റ് സ്വന്തമാക്കിയ ആദ്യ ഇന്ത്യൻ താരം ആശ ശോഭന അടുത്തിടെ രാജിവെച്ച പാലസ്തീൻ പ്രധാനമന്ത്രി മുഹമ്മദ് ഷെറ്റിയർ. കുടുംബശ്രീയുടെ ലഞ്ച് ബെൽ പദ്ധതിയുടെ ഭാഗമായി ഭക്ഷണം ഓർഡർ ചെയ്യാനുള്ള ആപ്പ് പോക്കറ്റ് മാർക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പീച്ച് ക്യൂറേറ്റർ ജസിന്ത കല്യാൺ. BBC-യുടെ പുതിയ ചെയർമാൻ സമീർ ഷാ. കേരളത്തിലെ ആദ്യ ക്രോൺ ഗ്രാമം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് നന്ദിയോട്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ മണ്ഡലം തളിപ്പറമ്പ്. ഇന്ത്യയുടെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേ പാലം സുദർശൻ സേതു. പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നത് 2024 ജൂലൈ 1. ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് 2024 ജേതാക്കളായത് ഇന്ത്യൻ ആർമി. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് പമേല അന്ന മാത്യു. കേരള ടെക്നോളജി എക്സ്പോ 2024 വേദി കോഴിക്കോട്. 1 കോടിയിലധികം വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ നിന്ന് 10% നികുതി ഈടാക്കുന്നതിനുള്ള ബിൽ അവതരിപ്പിച്ച സംസ്ഥാനം കർണാടക. 2024 ഫെബ്രുവരി രാജിവെച്ച ഇന്ത്യൻ വനിതാ ഹോക്കി ടീം പരിശീലക ജനക സ്കോപ്മാൻ. ചന്ദ്രനിലിറങ്ങുന്ന ആദ്യ സ്വകാര്യ പേടകം ഒഡീസിയസ്. ത്രിരാഷ്ട്രാഭ്യാസമായ ദോസ്തിയുടെ 16ാം പതിപ്പിന് വേദിയായത് മാലിദ്വീപ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൻ്റെ സംസ്ഥാന ഐക്കണായി തെരഞ്ഞെടുക്കപ്പെട്ട ക്രിക്കറ്റ് താരം ശുഭ്മാൻ ഗിൽ. 38ാമത് മൂലൂർ പുരസ്കാരത്തിന് 2024 അർഹനായത് കെ രാജഗോപാൽ. KSRTCയുടെ പുതിയ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റത് പ്രമോദ് ശങ്കർ. അന്താരാഷ്ട്ര സൗരോർജ്ജ സഖ്യത്തിൽ ചേരുന്ന 119ാമത് രാജ്യം മാൾട്ട. ലോക വ്യാപാര സംഘടനയുടെ 13ാമത് വേൾഡ് മിനിസ്ട്രിയൽ കോൺഫറൻസിന് വേദിയാകുന്നത് അബുദാബി. ബഹുരാഷ്ട്ര സൈനികാഭ്യാസമായ ശാന്തി പ്രയാസ് 4ന്റെ വേദി നേപ്പാൾ. 2024 റവന്യൂ അവാർഡിൽ മികച്ച ജില്ലാ കളക്ടർക്കുള്ള പുരസ്കാരം നേടിയത് ജെറോമിക് ജോർജ്. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കപ്പെടുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഓപ്പറേഷൻ സുതാര്യത. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഗതാഗത തുരങ്കം T50. T20 ക്രിക്കറ്റിൽ അതിവേഗം 10,000 റൺസ് തികച്ച താരം ബാബർ അസം. ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം പരാജയപ്പെടുത്തിയ ആദ്യ യൂറോപ്യൻ ടീം എസ്റ്റോണിയ. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആൻറ്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം കേരളം. കേരള കേന്ദ്ര സർവകലാശാലയുടെ പുതിയ ഭരണ നിർവഹണ ആസ്ഥാന മന്ദിരത്തിൻ്റെ പേര് ഡോക്ടർ BR അംബേദ്കർ ഭവൻ. രാജ്യത്തെ ആദ്യ സ്കീൻ ഇന്ത്യ സെൻ്റർ നിലവിൽ വരുന്നത് ഒഡീഷ. അടുത്തിടെ ക്വാഡ് അംഗരാജ്യങ്ങളുമായി സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ക്വാഡ് ബിൽ പാസാക്കിയ രാജ്യം USA. ലോക അക്വാട്ടിക്സ് ചാമ്പ്യൻഷിപ്പ് 2029ന്റെ വേദി ബീജിംഗ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് 2024 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം 85. ഇന്ത്യൻ കരസേനയുടെ ഉപമേധാവിയായി ചുമതലയേറ്റത് ഉപേന്ദ്ര ദ്വിവേദി. തടി കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ ഉപഗ്രഹം ലിഗ്നോസാറ്റ് പ്രോബ്. 71ാമത് മിസ് വേൾഡ് മത്സരത്തിൻ്റെ വേദി ഇന്ത്യ. കേരളത്തിൻ്റെ പുതിയ വ്യവസായ വകുപ്പ് സെക്രട്ടറി ബിജു പ്രഭാകർ. അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ 500 വിക്കറ്റ് നേടിയ 2ാമത്തെ ഇന്ത്യൻ ബൗളർ രവിചന്ദ്രൻ അശ്വിൻ. 12ാമത് അയ്യനം അയ്യപ്പൻ കവിതാ പുരസ്കാരത്തിനർഹയായത് അനിത തമ്പി. VKC ഗ്രൂപ്പ് സ്ഥാപനങ്ങളുടെ ചെയർമാനായ VKC മുഹമ്മദ് കോയയുടെ ആത്മകഥ ഇനിയും നടക്കാം. ഇന്ത്യൻ എനർജി വീക്ക് 2024ന്റെ വേദി ഗോവ. അടുത്തിടെ ദക്ഷിണ കൊറിയ വികസിപ്പിച്ച പുതിയ നെല്ലിന് മീറ്റി റൈസ്. അടുത്തിടെ പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ച വധവൻ തുറമുഖം നിലവിൽ വരുന്ന സംസ്ഥാനം മഹാരാഷ്ട്ര.
പി.ജെ. ആന്റണി ഫൗണ്ടേഷന്റെ 2024 പി.ജെ. ആന്റണി പുരസ്കാരത്തിന് അർഹനായത് കരിവെള്ളൂർ മുരളി. നൃത്തരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള നിശാഗന്ധി പുരസ്കാരം 2024 അർഹയായത് ചിത്ര വിശ്വേശ്വരൻ. കേരളത്തിന്റെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായി ശുപാർശ ചെയ്യപ്പെട്ടത് വി. ഹരിനായർ. 2023-24 വർഷത്തെ സന്തോഷ് ട്രോഫിക്കുള്ള കേരള ടീമിനെ നയിക്കുന്നത് നിജോ ഗിൽബർട്ട്. ഓൾ റൗണ്ടർമാരുടെ ICC ഏകദിന റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ ഏറ്റവും പ്രായം കൂടിയ താരം മുഹമ്മദ് നബി. വേൾഡ് ബാങ്കിന്റെ ലോജിസ്റ്റിക് പെർഫോമൻസ് ഇൻഡെക്സിൽ 2023 ഇന്ത്യയുടെ സ്ഥാനം 38. 2024 മാതൃഭൂമി ബുക്ക് ഓഫ് ഇയർ ദേവിക രേഖ്. ഫാൽക്കെ പുരസ്കാരത്തിന് പുതുക്കിയ സമ്മാനത്തുക 15 ലക്ഷം രൂപ. അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ച ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന ഒഡീഷ. അടുത്തിടെ യുവതി-യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം മ്യാൻമാർ. 11ാമത് വേൾഡ് ഗവൺമെന്റ് ഉച്ചകോടി വേദി ദുബായ്. ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പുതിയ ബ്രാൻഡ് അംബാസഡർ കത്രീന കൈഫ്. അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ പുതിയ പ്രസിഡന്റ് നൗഫൽ സലാം. ഫിൻലാൻഡിന്റെ പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട അലക്സാണ്ടർ സ്റ്റബ്ബ്. 2023 ആഫ്രിക്കൻ നേഷൻസ് കപ്പ് ഫുട്ബോൾ ഐവറി കോസ്റ്റ്. 4ാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് 2023 ഭാഗ്യചിഹ്നം അഷ്ടലക്ഷ്മി. സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന 5ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി കൊച്ചി. അടുത്തിടെ ജംഗ് പോസ്റ്റിൽ ശിലാഫലകം സ്ഥാപിച്ച് ആദരിക്കപ്പെട്ട ഇന്ത്യൻ കായിക താരം നീരജ് ചോപ്ര. ഇന്ത്യയിൽ ആദ്യമായി ഏകീകൃത സിവിൽ കോഡ് പാസാക്കിയ സംസ്ഥാന നിയമസഭ ഉത്തരാഖണ്ഡ്. അപൂർവ രോഗ പരിചരണത്തിനായി കെയർ എന്ന പദ്ധതി ആരംഭിക്കുന്ന സംസ്ഥാനം കേരളം. ബിൽബോർഡ് പവർ 100 ലിസ്റ്റിൽ 2014 ഒന്നാം സ്ഥാനത്തുള്ളത് ടെയ്ലർ സ്വിഫ്റ്റ്. ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി സ്ഥാപിക്കുന്ന ഹൈദരാബാദ്. കലാപാശം എന്ന കൃതി രചിച്ചത് പ്രഭാവർമ്മ. കടമ്മനിട്ട രാമകൃഷ്ണ പുരസ്കാരം 2024 അർഹനായത് റഫീഖ് അഹമ്മദ്. 2024 ഇന്ത്യ എനർജി വീക്കിന് വേദിയാകുന്നത് ഗോവ. അന്തരിച്ച വർഷങ്ങൾക്ക് ശേഷം ഫീൽഡിൽ യുടെ ഹോണററി ഗ്രാൻഡ് മാസ്റ്റർ പദവിക്ക് അർഹനായ വ്യക്തി മാലിക് മീർ സുൽത്താൻ ഖാൻ. അടുത്തിടെ ഹിമാചൽ പ്രദേശിൽ കണ്ടെത്തപ്പെട്ട അപൂർവ ഇനം ചിത്രശലഭം ഡെസേർട്ട് അപ്പോളോ. ഭാരതരത്ന ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി LK അദ്വാനി. അടുത്തിടെ രാജിവെച്ച പഞ്ചാബ് ഗവർണർ ബൻവാരിലാൽ പുരോഹിത്. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച വ്യക്തി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയത് ഒലേഗ് കൊനയെങ്കോ. രത്നം ലഭിക്കുന്ന 50ാമത്തെ വ്യക്തി LK അദ്വാനി. ഏറ്റവും കൂടുതൽ ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചത് ഒലേഗ് കൊനയെങ്കോ. 6ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് മെഡൽ ടേബിളിൽ ഒന്നാമതെത്തിയത് മഹാരാഷ്ട്ര. ഏഷ്യൻ ടൂറിസം ഫോറം 2024 വേദി ലാവോസ്. ജാർഖണ്ഡിന്റെ പുതിയ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ. ബഹിരാകാശ യാത്രികർക്കുള്ള ഏഷ്യയിലെ ആദ്യ സ്വകാര്യ പരിശീലന കേന്ദ്രം നിലവിൽ വരുന്നത് മഹാരാഷ്ട്ര. ഇന്ത്യൻ നാവികസേന ഇയർ ഓഫ് നേവൽ സിവിലിയൻസ് ആയി ആചരിക്കുന്ന വർഷം 2024. ഭാരത് മൊബിലിറ്റി ഗ്ലോബൽ എക്സ്പോ 2024 വേദി ന്യൂഡൽഹി. ആദ്യമായി മനുഷ്യ മസ്തിഷ്കത്തിൽ ചിപ്പ് ഘടിപ്പിച്ച സ്റ്റാർട്ടപ്പ് കമ്പനി ന്യൂറാലിങ്ക്. ICCയുടെ വാർഷിക പൊതുയോഗം 2024 വേദി ശ്രീലങ്ക. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റായി വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് ജയ്ഷ. ആദിവാസി വിഭാഗങ്ങൾക്ക് വൈദ്യസഹായം ലഭ്യമാക്കുന്നതിന് അടുത്തിടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി സ്നേഹ. എല്ലാവരും വീഡിയോസ് എല്ലാം കാണുന്നുണ്ട്. ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. താങ്ക് യു.